ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ചെറിയൊരു വ്ളോഗായിട്ടാണ് കേട്ടോ. വീട്ടിൽ ചെറിയൊരു വിരുന്നുണ്ടായിരുന്നു, അതിൻ്റെ വിശേഷങ്ങളും പിന്നെ കേക്ക് ഓർഡറും എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഒരു വ്ളോഗാണ് കേട്ടോ. അപ്പോൾ നമുക്ക് വിശേഷങ്ങളൊക്കെ വീഡിയോയിൽ കണ്ടു നോക്കാം. അതിന് മുന്നായിട്ട് ഈ ഒരു ചാനൽ ആദ്യമായിട്ടാണ് കാണണമെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണണേ. അപ്പോൾ ഞങ്ങളുടെ ഫാമിലിയിൽ ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടായിരുന്നു, ഇളാപ്പാൻ്റെ മോൻ്റെ. അപ്പോൾ അവരെ ഒന്ന് വിരുന്നിന് വിളിക്കണം. പിന്നെ നാത്തൂനും അവരെ ഹസ്ബൻഡും പിന്നെ ഞങ്ങളും, അങ്ങനെ കുറച്ച് പേര് മാത്രമുള്ളൊരു വിരുന്നാണ് കേട്ടോ. അപ്പോൾ അവർക്ക് ഡിസേർട്ടായിട്ട് ഒരു കേക്ക് ചെയ്യാമെന്ന് വെച്ചു. അപ്പം ഞാൻ മൾബറി വീട്ടിൽ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം കുറച്ച് മൾബറി പറിച്ചിട്ട് അത് വെച്ചിട്ട് കേക്ക് ഉണ്ടാക്കാമെന്നാണ് വിചാരിച്ചിട്ടുള്ളത്, ഒരു സ്പെഷ്യലായിട്ട്. കാരണം നമ്മൾ വീട്ടിൽ കേക്ക് ഉണ്ടാക്കുന്ന ആളൊക്കെ ഉണ്ടാകുമ്പോൾ എന്താ പറയുക, ഡിസേർട്ടായിട്ട് എന്തെങ്കിലും സ്പെഷ്യൽ തന്നെ കൊടുക്കണ്ടേ. അപ്പോൾ ഇവിടെ മൾബറി ഞാൻ കുറച്ച് പറിച്ചെടുക്കുന്നുണ്ട്. പക്ഷെ ഒരുപാട് ഉണ്ടായിട്ടുണ്ടായിരുന്നു. തലേ ദിവസം നോക്കുമ്പോഴൊക്കെ നല്ല പഴുത്ത് നിന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പക്ഷേ ഇത് കിളികളൊക്കെ കൊത്തി കൊണ്ടുപോകും പഴുത്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ. അപ്പോൾ ഞാൻ പറിക്കാൻ വേണ്ടി നോക്കുന്ന സമയത്ത് കണ്ടതൊന്നും ഇല്ല, തലേ ദിവസം കണ്ടതൊന്നും കാണാനില്ല കേട്ടോ. എല്ലാം കൊത്തി കൊണ്ടുപോയിട്ടുണ്ട് കിളികൾ. അപ്പോൾ പിന്നെ ആ ഒരു വലിയൊരു പാത്രമൊക്കെ എടുത്തിട്ടാണ് ഞാൻ വന്നത്. കുറേ ഉണ്ടല്ലോ മൾബറി എന്ന് വിചാരിച്ചിട്ട് കേട്ടോ. പക്ഷേ ആകെ കിട്ടിയത് ഇതാണ്. ഇത് വെച്ചിട്ട് നമുക്കിപ്പോൾ കേക്കൊന്നും ചെയ്യാൻ കഴിയില്ല. അപ്പോൾ ഞാൻ ഇത് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. ഇനി കിട്ടുന്നതെല്ലാം കൂടി ഒന്ന് കളക്ട് ചെയ്തിട്ട് ഒരു ദിവസം കേക്ക് ചെയ്ത് കാണിച്ചു തരാം കേട്ടോ. മൾബറി കേക്ക് നല്ല ടേസ്റ്റുള്ളൊരു കേക്കാണ്. അപ്പോൾ ഇൻഷാ അല്ലാഹ് അതിൻ്റെ റെസിപ്പി പിന്നീട് ചെയ്യാം. അപ്പോൾ ഉള്ള മൾബറി ഞാൻ ഫ്രിഡ്ജിലും എടുത്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഹസ്ബൻഡ് കുറച്ച് സാധനങ്ങൾ കുറവുണ്ടായിരുന്നു, അതെല്ലാം വാങ്ങിച്ച് വന്നിട്ടുണ്ട്. കേക്ക് ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ അത് ഒരു ട്രിപ്പ് ഞാൻ പോവളിൽ വെച്ചിട്ടാണ് മൾബറി പറിക്കാനൊക്കെ പോയിട്ടുണ്ടായിരുന്നത്. അതിവിടെ ഏകദേശം ബേക്കായി വരുന്നുണ്ട്. ഇനി അതിന് കുറച്ച് അടുത്ത ട്രിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള എഗ്ഗും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ. അപ്പോൾ അത് വാങ്ങിക്കാൻ വേണ്ടി പോയതായിരുന്നു. അത് വാങ്ങിച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി അടുത്ത ബാറ്റർ റെഡിയാക്കിയിട്ട് ഇതിലേക്ക് വെച്ച് കൊടുക്കണം. അപ്പോൾ അതങ്ങനെ ഒന്ന് സെറ്റ് ആവട്ടെ. ആ ഒരു സമയം കൊണ്ട് ഞാൻ കുറച്ച് പുഡിങ് ഉണ്ടാക്കാമെന്ന് വെച്ചു. ഒരു ഐറ്റം പുഡിങ്ങായിട്ട് ഡിസേർട്ടായിട്ട് കൊടുക്കാമെന്ന് വെച്ചു കേട്ടോ. അപ്പോൾ ഇവിടെ സ്ട്രോബെറീൻ്റെ ഫ്ലേവറിലുള്ള ഒരു പുഡിങ്ങാണ് ചെയ്യണത്. അപ്പം ഇതിൽ കാര്യമായിട്ടൊന്നുമില്ല, സ്ട്രോബെറി എസൻസും അതുപോലെ മിൽക്കും പഞ്ചസാര ചൈന ഗ്രാസ് ഇതെല്ലാം കൂടിയാണ് കേട്ടോ ഈ ഒരു പുഡിങ്ങിൽ ചേർത്തിട്ടുള്ളത്. ഇത് നോർമലായിട്ടുള്ള ഫ്ലേവറാണ്, എസൻസ് ചേർത്തിട്ടുള്ളതാണ്. എന്നിട്ട് ഒന്നിങ്ങോട്ട് കുറുകി വരുന്ന ആ ഒരു ടൈമിൽ ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് ചൂടാറിയതിൻ്റെ ശേഷം ഫ്രിഡ്ജിൽ വെച്ചിട്ട് സെറ്റാക്കുകയാണ്. അപ്പോൾ അതവിടെ റെഡി ആവുന്ന സമയം കൊണ്ട് ഞാനിവിടെ കേക്കിന് വേണ്ടിയിട്ടുള്ള ബാറ്റർ ബീറ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഫ്ലോർ ഇതിൽ കുറേശ്ശായിട്ട് ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ. ഇത് റെഡ് വെൽവെറ്റ് കേക്കാണ്. ഇത് അന്നത്തെ ദിവസം കൊടുക്കാനുള്ളതല്ല, പിറ്റേ ദിവസം കൊടുക്കാനായിട്ടോ. പക്ഷെ ഞങ്ങൾക്ക് രാത്രിയാണ് വിരുന്ന് നടക്കുന്നത് അപ്പോൾ രാത്രി വർക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. അതുകൊണ്ട് നേരത്തെ തന്നെ ഞാൻ പിറ്റേ ദിവസത്തിനുള്ള വർക്ക് ഓരോന്നായിട്ട് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാനിവിടെ റെഡ് വെൽവെറ്റ് കേക്ക് 7 ഇഞ്ചിലാണ് 2 പാത്രത്തിൽ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു വൈറ്റ് ഫോറസ്റ്റ് ആണ് കേട്ടോ. പിന്നെ ബാക്കി കേക്ക് മുകളിലുണ്ട്. പിന്നെ അതിലേക്ക് വേണ്ട ക്രംസ്, കേക്ക് റെഡിയായി കഴിഞ്ഞതിൻ്റെ ശേഷം ക്രംസ് ഞാനിവിടെ പൊടിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ട്. പിന്നെ സെറ്റിങ്സ് ആണ് കേട്ടോ. അത് കേക്കൊക്കെ ഓരോന്നായിട്ട് ഓരോ പാത്രങ്ങളിലും ഒക്കെ ആക്കി വെക്കുകയാണ്. അപ്പോൾ മിൽക്ക് കേക്ക് എനിക്ക് ചോക്ലേറ്റിലാണ് ഒരു ഓർഡർ ഉണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഡെസേർട്ടായിട്ട് ഒരു മിൽക്ക് കേക്കും കൂടി കൊടുക്കാമെന്ന് വെച്ചിട്ടോ. ഇത് ഓർഡർ ആയിട്ടുള്ള മിൽക്ക് കേക്കാണ്, ചോക്ലേറ്റ് ഫ്ലേവറിലുള്ളത്. അപ്പോൾ ഇത് 1/2 kg ആണ് ഇതിന് വെയിറ്റ് വന്നിട്ടുള്ളത് കേട്ടോ. ഇത് ഞാനൊരു ഓവൽ ഷേപ്പിലുള്ള പാത്രത്തിൽ ഒരു കണ്ടെയ്നറിലാണ് സെയിൽ ചെയ്യണത്. സ്ക്വയർ ആയിട്ടുള്ള കണ്ടെയ്നറും ഉണ്ട്. പിന്നെ ഏതാണ് കയ്യിൽ കിട്ടണ അത് വെച്ചിട്ടാണ് കൊടുക്കാറുള്ളത് കേട്ടോ. അപ്പോൾ ഈ ഒരു വർക്കൊക്കെ ചെയ്യണത് ഞാൻ ഫുഡൊക്കെ കഴിക്കലൊക്കെ കഴിഞ്ഞിട്ട് വൈകിട്ടാണ് കേട്ടോ. അപ്പം നമ്മളിപ്പോൾ സോക്ക് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് പിന്നെ 1 മണിക്കൂറൊന്നും സോക്ക് ചെയ്യാൻ വേണ്ടി വെക്കണില്ല. സിറപ്പ് ഒഴിച്ചതിൻ്റെ ശേഷം നേരെ അതിൻ്റെ മുകളിലേക്ക് ഡെക്കറേഷൻസൊക്കെ ചെയ്തിട്ട് പിന്നെ അങ്ങനത്തെ സെറ്റാകാൻ വേണ്ടി വെക്കുക കേട്ടോ. ഇതെന്തായാലും ഓവർനൈറ്റ് വെക്കും. അപ്പോൾ പിന്നെ ഇത് ഞാനിവിടെ ക്ലോസ് ചെയ്തിട്ട് ഫ്രിഡ്ജിലേക്ക് വെക്കുന്നുണ്ട്. പിന്നെ അതുപോലെ നമുക്ക് ഡെസേർട്ടായിട്ടുള്ളതും ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ മിൽക്ക് കേക്ക് തന്നെയാണെന്നുള്ളത്, പുഡിങ്ങും മിൽക്ക് കേക്കും കേട്ടോ. അപ്പം അത് ഞാനിവിടെ റെഡിയാക്കിയിട്ടുണ്ട്. അപ്പോൾ പുഡിങ് ട്രേയിൽ തന്നെയാണ് ഇപ്പോൾ ഈ ഒരു ചോക്ലേറ്റ് സ്പഞ്ചിനെ സോക്കാവാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതും കൂടുതൽ ടൈമൊന്നും സോക്കാവാൻ വേണ്ടി വെച്ചിട്ടില്ല കേട്ടോ. നമ്മൾ എന്തായാലും സെറ്റ് ചെയ്തതിൻ്റെ ശേഷം കുറച്ച് ടൈം ഫ്രിഡ്ജിൽ വെച്ച് കൊടുക്കാമെന്ന് വെച്ചു. പിന്നെ നമുക്കിപ്പോൾ ആ ഒരു സമയത്ത് ഇതിൻ്റെ ബാക്കി ഡെക്കറേഷൻ ചെയ്യലൊക്കെ കുറച്ച് ബുദ്ധിമുട്ടല്ല. അപ്പോൾ എല്ലാം ഈ ഒരു നേരത്തെ തന്നെ ചെയ്ത് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഈ ഒരു ഡെക്കറേഷൻ ചെയ്യണത് ഓപ്പൺ സ്റ്റാർ നോസിൽ വെച്ചിട്ടാണ്. ഇത് കുറച്ച് വലിയൊരു സ്റ്റാർ നോസിലാണ് കേട്ടോ. അപ്പോൾ നമ്മളിപ്പോൾ വലിയ കേക്കൊക്കെ ചെയ്യുമ്പോൾ ഈ ഒരു നോസിൽ യൂസ് ചെയ്താൽ മതി, പെട്ടെന്ന് ഡെക്കറേഷനൊക്കെ കഴിയും. അതുപോലെ ഇപ്പോൾ ഇതിലും ഈ ഒരു ഡെക്കറേഷൻ ചെയ്ത കാരണം പെട്ടെന്ന് തന്നെ ഇതിൻ്റെ ഡെക്കറേഷൻസൊക്കെ കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ.
അപ്പോൾ ഇതിവിടെ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മുകളിൽ ചോക്കോ ചിപ്സൊക്കെ ഇട്ട് കൊടുക്കാനുണ്ട്. അപ്പോൾ ഇതിന് ഞാൻ ഫ്രിഡ്ജിലേക്ക് മാറ്റി വെക്കുകയാണ്. ഇനി ഇവിടെ ചെയ്യണത് വൈറ്റ് ഫോറസ്റ്റ് കേക്കാണ്. 1 kg 7 ഇഞ്ച് സൈസിൽ ചെയ്തിട്ടുള്ള കേക്കാണ് ഇട്ടത്. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഒരു എന്താ പറയുക ബട്ടർ സ്കോച്ചിൻ്റെ കളറ്, അതായത് നമ്മളിപ്പോൾ ഗണേഷ് ഉണ്ടാക്കിയത് കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു, ആ ഒരു ഗണേഷിനെയാണ് ഇതിന് ഡ്രിപ്പാക്കി കൊടുക്കുന്നത് കേട്ടോ. ബട്ടർ സ്കോച്ച് കേക്കിൽ ചെയ്തിട്ടുള്ള ഗണേഷ് ബാക്കിയുള്ളത് വെച്ചിട്ടാണ് ഈ ഒരു ഡെക്കറേഷൻ ചെയ്യണത്. അപ്പോൾ ഞാനിത് ഫുള്ള് ഈ ഒരു ഡ്രിപ്പ് കൊടുക്കണില്ല, ഒരു സൈഡിൽ മാത്രമായിട്ടാണ് ഡ്രിപ്പ് കൊടുക്കുന്നത്. എന്നിട്ട് ആ ഒരു സൈഡിലായിട്ട് ഡെക്കറേഷൻ കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മുകളിലായിട്ട് തന്നെ നേരത്തെ ചെയ്ത പോലെ തന്നെ സ്റ്റാർ നോസിൽ വെച്ചിട്ടുള്ള ഡെക്കറേഷനാണ്. പിന്നെ കുറച്ച് ബീഡ്സ് കാര്യങ്ങളും എന്താ പറയുക പല കളേഴ്സിലുള്ള ബീഡ്സാണ് വെച്ച് കൊടുത്തിട്ടുള്ളത്. പിന്നെ പേപ്പറിൻ്റെ ബട്ടർഫ്ലൈയും കൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഒന്ന് മുകളിലും ഒന്ന് താഴെയായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സിമ്പിളായിട്ടുള്ള ഡെക്കറേഷനാണ്. പിന്നെ ഇനി അവിടെ ചെയ്യുന്നത് ഒരു 1 kg ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കാണ്. അപ്പോൾ ഇതൊരു ഫ്ലാറ്റായിട്ട്, അതായത് 8 ഇഞ്ച് സൈസിലാണ് ഈ ഒരു കേക്കിനെ ചെയ്തിട്ടുള്ളത് കേട്ടോ. 3 ലെയർ തന്നെയാണ്, അധികം തിക്നെസ് ഒന്നും ഇല്ലാത്ത 3 ലെയർ കൊടുത്തിട്ടാണ് ഈ ഒരു കേക്കിനെ ചെയ്തിട്ടുള്ളത്. മുകൾ ഭാഗം ഫുള്ള് ചോക്ലേറ്റ് ഗണേഷ് വെച്ച് കവർ ചെയ്യുക, എന്നിട്ട് ഡ്രിപ്പാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ ഇതാണ് ബ്ലാക്ക് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക്. സൈഡിലായിട്ട് 2-3 ചോക്ലേറ്റിൻ്റെ ഡെക്കറേഷൻസ് മാത്രം വെച്ചിട്ടുള്ളൂ. സിമ്പിളായിട്ടുള്ള കേട്ടോ, നെയിം എഴുതാനും കാര്യങ്ങളൊന്നുമില്ല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു കേക്കിൻ്റെ ഡെക്കറേഷൻ. പിന്നെ നേരത്തെ ചെയ്തിട്ടുള്ള 1 kg വൈറ്റ് ഫോറസ്റ്റ് കേക്കിൻ്റെ ഫൈനൽ ലുക്ക് ഇങ്ങനെയാണ് വന്നിട്ടുള്ളത്. നെയിം ഞാൻ സെൻറ്ററിലായിട്ട് കൊടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ ഒരു ഫോണ്ടൻറ്റിൻ്റെ പീസ് എടുത്തിട്ട് കട്ട് ചെയ്തിട്ടാണ് കേട്ടോ വെച്ചിട്ടുള്ളത്. അപ്പോൾ ഇതാണ് ഈ ഒരു കേക്കിൻ്റെ ഫൈനൽ ലുക്ക് വന്നിട്ടുള്ളത്. സിമ്പിളായിട്ടുള്ള ഒരു ഡെക്കറേഷനാണ് കേട്ടോ. അപ്പോൾ ഈ 2 കേക്കും ഒന്നിച്ചിട്ടാണ് ഡെലിവറി ചെയ്യണത്. അപ്പോൾ ഒന്നിച്ചിട്ട് തന്നെ പാക്ക് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട് ഇവിടെ. അപ്പോൾ ഇതൊരു 6 മണി 6:30 ആ ഒരു സമയത്താണ് കേട്ടോ ഡെലിവറി ചെയ്യണത്. അപ്പോൾ ഇത് കൊണ്ടുപോയി കഴിഞ്ഞതിന് ശേഷം പിന്നെ നമുക്ക് കിച്ചണിൽ ബാക്കിയുള്ള വർക്കൊക്കെ ഉണ്ട് കേട്ടോ. ഈ ഒരു എന്താ പറയുക ഡിസേർട്ടിൻ്റെ സെറ്റിങ്സ് ഉണ്ട്. അപ്പോൾ ഞാൻ കുറച്ച് ചോക്കോ ചിപ്സ് ഇട്ടിട്ടുണ്ട്. പിന്നെ ഓർഡർ ഉള്ളതിന് എന്താണ് സിറപ്പൊന്നും ഒഴിച്ചു കൊടുത്തിട്ടില്ല. ഞങ്ങൾക്ക് കട്ട് ചെയ്യാളതിന് സിറപ്പ് ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ കുറച്ച് കുക്കിംഗ് ആണ്. അപ്പോൾ ഞങ്ങൾക്ക് ഫുഡൊക്കെ ഓർഡർ കൊടുത്തിട്ടുണ്ടായിരുന്നു പുറത്ത്. അപ്പോൾ ചിക്കൻ ഫ്രൈ ചെയ്യാനും അതുപോലെ ബീഫ് ഉണ്ടാക്കാനും തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ വീട്ടിൽ. ബാക്കിയെല്ലാം നമ്മൾ ഓർഡർ കൊടുത്തിരിക്കുകയായിരുന്നു. അതുകൊണ്ട് കുറച്ച് ജോലി ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കേക്കിൻ്റെ പരിപാടിയൊക്കെ കഴിഞ്ഞതിൻ്റെ ശേഷം ഉമ്മ ഇവിടെ ചിക്കൻ ഫ്രൈ ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിവിടെ ഫ്രൈ ചെയ്യാണ്. പിന്നെ പ്രത്യേകിച്ച് ജോലികളൊന്നും എനിക്ക് ഉണ്ടായിട്ടില്ല കേട്ടോ. ബീഫൊക്കെ ഉമ്മ തന്നെയാണ് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ നമുക്കിപ്പോൾ വീട്ടിലെന്തെങ്കിലും പരിപാടിയുള്ള ദിവസങ്ങളിലായിരിക്കുമല്ലോ കേക്ക് ഓർഡറിൻ്റെ ആ ഒരു തിരക്ക് വരിക. അപ്പോൾ അതുകൊണ്ട് തന്നെ നേരത്തെ തന്നെ ഞങ്ങൾ വർക്ക് എപ്പോഴും സ്റ്റാർട്ട് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനാണെന്നുണ്ടെങ്കിൽ ഉച്ചക്കുള്ള ഫുഡാണെങ്കിൽ കുറച്ച് നേരത്തെ തന്നെ തുടങ്ങുമ്പോൾ നമുക്ക് ജോലിയൊക്കെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ ഇവിടെ ഗസ്റ്റൊക്കെ വന്ന് ഫുഡ് വിളമ്പലൊക്കെ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ പിന്നെയുള്ള കുറച്ച് വീഡിയോസൊക്കെ എനിക്ക് എടുക്കാൻ കഴിഞ്ഞുള്ളൂ കേട്ടോ. അപ്പോൾ നമ്മൾ ഡിസേർട്ടൊക്കെ ഇവിടെ വെച്ചിട്ടുണ്ട്. ആണുങ്ങൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞു കേട്ടോ. ആണുങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അളിയനും അതുപോലെ ഈ ഒരു ഇളപ്പാൻ്റെ മോനും തന്നെ ഉണ്ടായിരുന്നു. അവർ 2 പേർക്ക് ഞങ്ങൾ അവിടെ പുറത്ത് തന്നെ കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടോ. കാരണം അവരിഷ്ടത്തിനെടുത്ത് കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട്. നമ്മൾ വിളമ്പി കൊടുക്കുന്ന സമയത്ത് അവർക്ക് കുറച്ച് കഴിക്കാൻ പറ്റുള്ളൂ. പിന്നെ ഇനിയിപ്പോൾ വേണമെങ്കിൽ അവർ ചോദിക്കൊന്നുമില്ലല്ലോ. അപ്പോൾ അവരുടെ ഇഷ്ടത്തിന് അവർ കഴിച്ചോട്ടെ എന്ന് വെച്ചാൽ അവിടെ കൊണ്ടുപോയി വെച്ച് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് മോനൊക്കെ പോയിട്ട് കഴിക്കണുണ്ട് കേട്ടോ. മോന് ഫുഡൊന്നും അങ്ങനെ കഴിച്ചിട്ടില്ലെങ്കിലും ഇങ്ങനെയുള്ള പുഡിങ് ഇഷ്ടമാണ് കേട്ടോ. കേക്ക് അധികം ഇഷ്ടമല്ല, പുഡിങ് ഇഷ്ടമാണ്. അപ്പോൾ അത് എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ ഈ ഒരു സമയത്ത് ഞങ്ങൾ ഫുഡ് കഴിക്കലൊക്കെ നടക്കുന്നുണ്ട്. ഇതിപ്പോൾ മൂത്തച്ഛൻ്റെ മോനെയാണ് കേട്ടോ ഫോണ് ഏൽപ്പിച്ചിട്ടുണ്ടായിരുന്നത്. അവനെടുത്ത വീഡിയോസാണ്. അങ്ങനെ ഫുഡ് കഴിക്കലും ഒക്കെ കഴിഞ്ഞു. പിന്നെ ഞങ്ങൾ അവിടെ ഉണ്ടായിരുന്ന പാത്രമൊക്കെ കഴുകിയിട്ട് കിടന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്കിപ്പോൾ പിറ്റേ ദിവസം കൊടുക്കാൻ 2 കേക്കിന് ഓർഡർ ഉണ്ടായിരുന്നു. ഒന്ന് മിൽക്ക് കേക്കും പിന്നെ അതുപോലെ റെഡ് വെൽവെറ്റ് കേക്കുമാണ് കേട്ടോ. അപ്പോൾ ആ കേക്കിൻ്റെ ഒക്കെ ജോലി നമ്മൾ ഉച്ചയ്ക്ക് തന്നെ ചെയ്ത കാരണം വർക്കൊക്കെ ഈസി ആയിരുന്നു. പിന്നെ നമുക്ക് ക്ലീനിങ് തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. പിന്നെ കേക്കിന് ക്രംസ്, അതായത് മുകളിൽ റെഡ് വെൽവെറ്റിന് മുകളിലായിട്ട് ക്രംസ് ഞാൻ ഡെലിവറി ചെയ്യുന്നതിൻ്റെ മുന്നായിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. ബാക്കിയെല്ലാ പണിയും ഫൈനൽ കോട്ടിങ്ങും ഒക്കെ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഇത് പിറ്റേ ദിവസം എടുത്തിട്ടുള്ള ഫോട്ടോ ആണ്, ജസ്റ്റ് ഒന്ന് ഷെയർ ചെയ്തതാണ് കേട്ടോ. അപ്പോൾ ഇത്രയാണ് ഇന്നത്തെ വിശേഷങ്ങളൊക്കെ വന്നിട്ടുള്ളത്. വീട്ടിലെ വിശേഷങ്ങളും അതുപോലെ കേക്ക് ഓർഡറും എല്ലാം കൂടി ഇൻക്ലൂഡ് ആയിട്ടുള്ള ഈ ഒരു ചെറിയൊരു വ്ളോഗ് നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടാവുമെന്ന് വിചാരിക്കുന്നു. വീഡിയോ ഇഷ്ടമായിക്കണമെന്നുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. എൻ്റെ ഇൻസ്റ്റാഗ്രാം പേജ് ഫോളോ ചെയ്യാത്തവർ ഒന്ന് ഫോളോ ചെയ്യട്ടോ. എന്തെങ്കിലും ഡൗട്ട്സൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതിൽ ചോദിക്കുക, ഞാൻ ക്ലിയർ ചെയ്ത് തരുന്നതാണ്. അപ്പോൾ വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. താങ്ക്